നരസിംഹം പലപ്പോഴും ദംഷ്ട്രകളോടുകൂടിയ സിംഹമുഖത്തോടും താഴത്തെ പകുതി മനുഷ്യ ശരീരവും പേർന്ന രീതിയിൽ ദൃശ്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ രൂപത്തെ അസംഖ്യം വൈഷ്ണവർ ദേവതാ രൂപത്തിൽ ആരാധിക്കപ്പെടുന്നു. ഹിമവത് പർവ്വതത്തിനു മുകളിലാണ് വിഷ്ണു ഈ രൂപം സ്വീകരിച്ചത്. തന്റെ ഭക്തരെ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ പ്രത്യേകം പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന മഹാനായ സംരക്ഷകൻ എന്നാണ് അദ്ദേഹം പ്രാഥമികമായി അറിയപ്പെടുന്നത്. ഹിരണ്യകശിപുവിന്റെ ഓരോ തുള്ളി രക്തവും ഭഗവാൻ ഭക്ഷിക്കുകയും അസുരന്റെ ശരീരാവശിഷ്ടങ്ങളൊന്നും പ്രപഞ്ചവുമായി സമ്പർക്കം പുലർത്തുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ രാക്ഷസന്റെ അഴുകിയ ശരീരം മാലയായി അണിയുകയും ചെയ്തുവെന്ന് പുരാണങ്ങൾ ഭഗവാൻ നരസിംഹദേവൻ അസുരനെ വധിച്ച വിനോദത്തെ വിവരിക്കുന്നു. നാശത്തിനു ശേഷം പ്രഹ്ലാദനും ലക്ഷ്മിയും വിവിധ ദേവതകളും ഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ആദ്യം പരമശിവൻ വീരഭദ്രന്റെ രൂപം സ്വീകരിച്ച് നരസിംഹത്തോട് സമചിത്തത പാലിക്കാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ നരസിംഹം അവഗണിച്ചു. തൽഫലമായി ശിവൻ ഭീമാകാരമായ ശരഭനായി രൂപാന്തരപ്പെട്ടു.